ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വീട് പാല് കാച്ചൽ കഴിഞ്ഞ് ആ പാല് കൊണ്ടുവന്ന് ചിന്നുവിന് കുടിക്കാനായി കൊടുക്കുകയാണ്. മധുരം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ജെയ്ക്ക് അങ്ങനെ ചിന്നുവിനോട് പറയാണ്. ചിന്നു അങ്ങനെ ആ പാല് വാങ്ങി കുടിക്കുന്ന നേരം ജെയ്ക്ക് അങ്ങനെ ചിന്നുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് ജെയ്ക്ക് അങ്ങനെ കരയുന്നുണ്ട്. ചിന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അങ്കിൾ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ജെയ്ക്ക് പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ മോളെ ഓർത്തുപോയി. ഞാൻ അവസാനമായി എൻ്റെ മോൾക്ക് പാല് കൊടുക്കുന്നത് അവള് മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ്. മോള് പാല് കുടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മോള് നിന്ന് പാല് കുടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് ജെയ്ക്ക്. ചിന്നു അപ്പോൾ ജെയ്ക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ ദിവസം തന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയണോ അങ്കിൾ, ഇന്ന് നല്ലൊരു ദിവസമല്ലേ, അങ്കിൾ സന്തോഷമായിട്ടിരിക്കണം പറഞ്ഞുകൊണ്ട് ചിന്നു ഞാൻ ഈ ഗ്ലാസ് ഒന്ന് കഴുകി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാനായി നിൽക്കുമ്പോൾ ജെയ്ക്ക് ചിന്നുവിനോട് പിടിച്ചു നിർത്തുകയാണ്. മോള് ഗ്ലാസ് ഒന്നും കഴുകി വെക്കണ്ട, അത് പാപ്പച്ചൻ കഴുകി വെച്ചോളുമെന്ന് പറയുകയാണ്. ചിന്നു അപ്പോൾ വേണ്ട അങ്കിൾ, ഞാൻ തന്നെ കഴുകി വെക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒക്കെ പറയുന്നുണ്ട്, അത് വേണ്ട, ചിന്നു ഇന്ന് എൻ്റെ ഗസ്റ്റ് അല്ലേ, ഇതിനെ കൊണ്ട് ഗ്ലാസ് കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്നങ്ങനെ ജെയ്ക്ക് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ശരി അങ്കിൾ, എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജെയ്ക്ക് പറയുന്നുണ്ട്, ശരി, പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരണം, ഞാൻ വന്ന് എഴുത്തിൽ സഹായിക്കണമെന്ന് ജെയ്ക്ക് അങ്ങനെ പറയാണ്. ചിന്നു അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സഹായിക്കാനോ, എന്തായാലും അമ്മയോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ പോവുകയാണ്. പിന്നീട് അർച്ചന ഓഫീസിൽ നിന്നും വീട്ടിലെത്തുന്നുണ്ട്. അർച്ചനയെ കണ്ട് ഉമ്മറത്തേക്ക് വരികയാണ് മഞ്ജു. അർച്ചന വന്നു കയറുന്നതും മഞ്ജു ജെയ്ക്കയെ കുറിച്ചാണ് അർച്ചനയോട് പറയുന്നത്. ചേച്ചി, ജെയ്ക്കെ സാർ വന്നിരുന്നു, സാറ് താമസിക്കാനായിട്ടാണ് വന്നത്, നമ്മളൊന്നും ഉദ്ദേശിച്ച പോലെയല്ല സാറ്, അദ്ദേഹം വരാതെ മറ്റൊരാളെ പറഞ്ഞയച്ചപ്പോൾ ഞാൻ ശരിക്കും അയാളെ തെറ്റിദ്ധരിച്ചു, പക്ഷേ അദ്ദേഹത്തിനോടുള്ള എൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി, അതുമാത്രമല്ല ഇപ്പം എനിക്ക് ബഹുമാനവും കൂടി, അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിൽ കണ്ടാലേ അറിയാം ഒരു സാഹിത്യകാരൻ്റെ ഒരു ജാടയുമില്ല, മദ്യം സിഗരറ്റ് അതൊന്നും കൈകൊണ്ട് പോലും തൊടാത്ത ഒരു ദൈവവിശ്വാസിയാണ് അദ്ദേഹം. ഇവ സാഹിത്യകാരന്മാരെല്ലാം ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളല്ലേ, പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തൊരു ഡീസന്റ് ആയിരുന്നു ആള്, ഇവിടത്തെ ഒരു അംഗത്തെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അങ്ങനെ മഞ്ജു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, അതിനു മാത്രം ഇന്നിവിടെ എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അനന്തേട്ടൻ ഫ്രിഡ്ജ് നേരാക്കാനായി ഒരു ടെക്നീഷ്യൻ വരുമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ അദ്ദേഹം ആണ് ആ ടെക്നീഷ്യൻ എന്ന് കരുതി, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ചേച്ചി, ടെക്നീഷ്യൻ ആണെന്ന് അദ്ദേഹം പറഞ്ഞതുമില്ല, ഞാനോട്ട് ചോദിച്ചതുമില്ല, അദ്ദേഹത്തിനാണെങ്കിൽ ഫ്രിഡ്ജിന്റെ കംപ്ലൈന്റ് ഒക്കെ നേരാക്കാൻ അറിയാം, അകത്ത് കയറി ഫ്രിഡ്ജ് ഒന്ന് തൊട്ടതേയുള്ളൂ, ഫ്രിഡ്ജ് അപ്പോഴേക്കും ശരിയായി എന്നെല്ലാം മഞ്ജു അങ്ങനെ പറയുമ്പോൾ അർച്ചനയാണെങ്കിൽ ആകെ ടെൻഷനോടെ പറയുന്നുണ്ട്, നീ ഇതെന്ത് പണിയാണ് മഞ്ജു ചെയ്തത്, ഇപ്പോ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയായല്ലോ, ഫ്രിഡ്ജിന്റെ ടെക്നീഷ്യനെ കണ്ടാൽ പോലും തിരിച്ചറിയാനാവാത്ത ആളായി പോയല്ലോ നീ, ആറിനിപ്പോ നമ്മളെ കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, അയാളൊരു പ്രശസ്തനായ ആളാണ്, ഇനി കാണുമ്പോൾ ഈ വീട്ടിലെ ആവശ്യങ്ങളൊന്നും അദ്ദേഹത്തിനോട് പറയരുത്, ഇനി ആ വാടക വീട്ടിലേക്ക് പോവുകയും വേണ്ട, അതൊക്കെ പോട്ടെ, ചിന്നു എവിടെയെന്ന് അർച്ചന അങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, ചിന്നു രമ്യയും കൂടി അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് ഇന്ന് മഞ്ജു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ശരി, എന്നാ ഞാൻ പോയി അദ്ദേഹത്തിനെ ഒന്ന് കണ്ടിട്ട് വരാം, ഇവിടെ നടന്നതിനെല്ലാം ഒരു സോറിയെങ്കിലും പറയണമല്ലോ, മാത്രമല്ല വീടും സൗകര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നും ചോദിക്കണമല്ലോ, നീ എന്തായാലും ഈ ബാഗ് എടുത്ത് അകത്ത് വെക്കേ, ഞാൻ ജെയ്ക്കെ സാറിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ജെയ്ക്കയെ കാണാനായി പോവുകയാണ്. ജെയ്ക്കയുടെ വാടക വീട് എത്തിയതും അർച്ചന അങ്ങനെ ഗേറ്റിന്റെ അവിടെ നിന്ന് നോക്കുകയാണ്, വാതില് അടച്ചിട്ടിരിക്കുകയാണ്, എന്നാൽ മുറ്റത്ത് തന്നെ കാറ് കിടക്കുന്നത് കണ്ട് അർച്ചന അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ആ ജെയ്ക്കെ സാർ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വേഗം പോയി കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാപ്പച്ചൻ വരുന്നുണ്ട്. പെട്ടെന്ന് മുഖം കാണാത്തതുകൊണ്ട് തന്നെ അർച്ചന അത് ജെയ്ക്കെ സാറാണെന്ന് കരുതി നമസ്കാരം സാർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പാപ്പച്ചന്റെ മുഖം കാണുന്നതും അർച്ചന ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്താ പാപ്പച്ചനാണോ, പാപ്പച്ചൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ജെയ്ക്കെ സാറിന്റെ കൂടെയാണ്, കാറാണ് സാറ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്, അപ്പോഴാണ് അറിയുന്നത് സാറിനൊരു സഹായി വേണമെന്ന്, സഹായി ആവാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുടിക്കോ എന്ന് സാർ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പാപ്പച്ചൻ അങ്ങനെ അർച്ചനയോട് പറയാണ്. അർച്ചനപ്പ ചോദിക്കുന്നുണ്ട്, പാപ്പച്ചൻ ഈ വീട് കാണിക്കാനായി ഇന്ന് ഒരാൾക്കൊപ്പം ഇവിടെ വന്നല്ലോ, അയാൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാളായിട്ടും അടുപ്പമില്ല മേഡം, വീട് കാണിക്കാനായി ഞാൻ 3-4 പേരെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പാപ്പച്ചൻ അങ്ങനെ പറയാണ്. അർച്ചനപ്പ ചോദിക്കുന്നുണ്ട്, ജെയ്ക്കെ സാർ ഇവിടെ ഉണ്ടോ എന്ന് പാപ്പച്ചനപ്പ ആകെ ടെൻഷനോടെ മനസ്സിലങ്ങനെ പറയുന്നുണ്ട്. ജെയ്ക്കെ സാറെ ഇപ്പൊ ഈ മാഡം കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ, തന്നെ മാഡം ഈ സാറിനെ ഇറക്കി വിടുമല്ലോ എന്നൊക്കെ ടെൻഷനോടെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അർച്ചനപ്പ വീണ്ടും ചോദിക്കുന്നുണ്ട്, പാപ്പച്ച എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ജെയ്ക്കെ സാർ ഇവിടെ ഉണ്ടോ എന്ന് വീണ്ടും അർച്ചന അങ്ങനെ ചോദിക്കുകയാണ്. പാപ്പച്ചനപ്പ പറയുന്നുണ്ട്, മാഡം സാർ ഇവിടെ ഉണ്ട് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ സാറിനെ ഒന്ന് കാണാനായി വന്നതാണ്, ഒന്ന് വിളിക്കുവോ, ബാട്ടിൽ നിന്ന് ചിന്നുവിന്റെ
അമ്മയാണെന്ന് പറഞ്ഞാൽ സാറിന് വേഗം മനസ്സിലാവും. അർച്ചന പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട് ശരി മാഡം, ഞാൻ പറയാം, മാഡത്തിന് എനിക്കറിയാമല്ലോ, എന്തായാലും മാഡം കയറിയിരിക്കെ ഞാൻ സാറിനോട് പോയി പറയാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, അകത്തേക്ക് കയറുന്നില്ല, JK സാറിനെ ഒന്ന് കണ്ടിട്ട് പോവാനായി വന്നതാണ്. പാപ്പച്ചൻ പോയി ഞാൻ വന്ന കാര്യം ഒന്ന് JK സാറിനോട് പറ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട് ശരി ഞാൻ പറയാം, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പാപ്പച്ചൻ അങ്ങനെ JKയുടെ അടുത്തേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ JKയെ കാണാനായി ആകാംക്ഷയോടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. JK ആണെങ്കിൽ മദ്യപിച്ചും പുകവലിച്ചുകൊണ്ടും റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പാപ്പച്ചൻ വരുന്നത്. JKയുടെ ആ അവസ്ഥ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് പാപ്പച്ചൻ. പാപ്പച്ചനെ കണ്ട് JK ചോദിക്കുന്നുണ്ട് എന്താടോ ഞാൻ വിളിക്കാതെ എന്തിനാണ് താൻ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്നത് എന്നങ്ങനെ JK ചോദിക്കുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട് സാറിനെ വിളിച്ചതുപോലെ തോന്നി, എന്തെങ്കിലും ആവശ്യമുണ്ടാവുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പാപ്പച്ചൻ അങ്ങനെ പറയാണ്. JK ഇപ്പൊ പറയുന്നുണ്ട് എനിക്കിപ്പോ ഒരു ആവശ്യവുമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അപ്പൊ വന്നാ മതി, താനിപ്പോ പോയിക്കോ, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, താൻ പോയിക്കോ എന്ന് JK അങ്ങനെ പറയുമ്പോൾ അപ്പച്ചനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ വീണ്ടും ആകെ ടെൻഷനോടെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. JK അപ്പോ അപ്പച്ചനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് തന്റെ മദ്യക്കുപ്പി എടുത്ത് പാപ്പച്ചന്റെ അടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് താനൊന്ന് ഒഴിച്ചോ, എന്നിട്ട് കഴിച്ചോ, താനിവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോ ഇതിനാണെന്ന് എനിക്ക് മനസ്സിലായി, ഒരു പെഗ് കഴിച്ചോ എന്ന് പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ട സാർ, എനിക്കിപ്പോ കഴിക്കാനുള്ള താല്പര്യമില്ല, അത് മാത്രമല്ല ഞാൻ അങ്ങനെ പതിവായി കഴിക്കുന്ന ഒരാളുമല്ല പാപ്പച്ചൻ പറയുമ്പോൾ JK പാപ്പച്ചനോട് പറയുന്നുണ്ട് എങ്കിൽ ശരി താൻ പോയി ഫുഡ് ഉണ്ടാക്ക്, തനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ എന്ന് JK പറയുമ്പോൾ പാപ്പച്ചൻ മനസ്സിലങ്ങനെ വീണ്ടും ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ അർച്ചന മേഡത്തോട് എന്തു പറയും എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് പാപ്പച്ചൻ അവിടെ നിന്ന് പോവുകയാണ്. അച്ഛനെയാണെങ്കിൽ JK സാറിനെ ആദ്യമായി കാണുന്ന സമയത്ത് എന്തു പറയണം, ഇങ്ങനെ പരിചയപ്പെടണം എന്നൊക്കെ ആകെ കൺഫ്യൂഷനോട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പാപ്പച്ചൻ വരുന്നത്. അർച്ചന പാപ്പച്ചനെ കണ്ടു ചോദിക്കുന്നുണ്ട് JK സാർ എവിടെയെന്ന്. പാപ്പച്ചനപ്പോ പറയുന്നുണ്ട് ക്ഷമിക്കണം മേഡം, സാറിനെ കാണാൻ പറ്റാത്ത സാഹചര്യമാണ്, സാറിപ്പോ എഴുത്തുപണിയിലാണ്, ഇവിടെ ഭയങ്കരമായ ആലോചനയും എഴുത്തും നടക്കുകയാണ്, അപ്പോൾ സാറിനെ ഡിസ്റ്റർബ് ചെയ്താൽ സാറിന് ദേഷ്യം വരുമെന്ന് പാപ്പച്ചൻ അങ്ങനെ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് പാപ്പച്ച സാറിന് അങ്ങനെ പ്രത്യേക സമയം എന്തെങ്കിലും ഉണ്ടോ എഴുതുന്നതിന്, ഒരു സമയക്രമമുണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാമല്ലോ എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു സമയക്രമമൊന്നുമില്ല മേഡം, സാറിന് എഴുതാനുള്ള മൂഡ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല, സാറു ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്, ഇന്നിപ്പോൾ എല്ലാവരോടും നല്ല സ്നേഹമാണെങ്കിൽ നാളെ എല്ലാവരോടും ദേഷ്യമായിരിക്കും, മേഡത്തിന് സാറിനെ കാണാൻ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി പറയാമെന്ന് പാപ്പച്ചൻ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അപ്പൊ പാപ്പച്ചൻ വന്ന കാര്യം JK സാറിനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. പാപ്പച്ചൻ അപ്പൊ പറയുന്നുണ്ട് ഇല്ല മേഡം, എങ്ങനെ പറയാനാണ്, ആറ് എഴുത്തിന്റെ ലഹരിയിലായതുകൊണ്ട് എന്തെങ്കിലും മിണ്ടാനായി പറ്റുമോ, ആറ് എന്നോട് ദേഷ്യപ്പെട്ടാൽ ചിലപ്പോൾ ഗെറ്റ് ഔട്ട് തന്നെ പറയും, അതോടെ എന്റെ പണി പോവില്ലേ മേഡം, മേഡം വന്നിരുന്ന കാര്യം ഞാൻ എന്തായാലും സാറിനോട് പറഞ്ഞാൽ മതിയോ എന്ന് പാപ്പച്ചൻ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് പറഞ്ഞാൽ മതി, ഇപ്പൊ സാറിനെ വിളിക്കണമെന്നില്ല, എഴുത്തിനിടയിൽ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, നാളെയായാലും സാറിനെ കാണാമല്ലോ, പിന്നെ പാപ്പച്ച സാറിന് അടുത്ത വീടും ഈ സൗകര്യങ്ങളെല്ലാം ഇഷ്ടമായോ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുകയാണ്. പാപ്പച്ചനപ്പോ പറയുന്നുണ്ട് 100ൽ 150% സാറിന് ഇതെല്ലാം ഇഷ്ടമായി, ഇത്രയും സൗകര്യമുള്ള വീട് സാറിന് ഇവിടെ എവിടെ കിട്ടാനാണ് മേഡം, വീട് തന്നെ സാറിന് കിട്ടിയത് ഭാഗ്യമാണ്, ഇങ്ങനൊരു വാടകക്കാരനെ കിട്ടിയതിൽ മേഡത്തിനും ഭാഗ്യം പാപ്പച്ചൻ പറയുമ്പോൾ അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. ശരി എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ സാറിനോട് തുറന്ന് പറയാനായി പറയണം, എങ്കിൽ ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. JK മദ്യപിച്ചു കഴിഞ്ഞ് പുകവലിച്ചുകൊണ്ട് അങ്ങനെ പാട്ടും പാടി കിടക്കുകയാണ്. അതിനുശേഷം രമ്യയും ചിന്നുവും കൂടി അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് അങ്ങനെ വരികയാണ്. JK കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അവരങ്ങനെ വരുന്നത്. അപ്പോഴാണ് അർച്ചന JK സാറിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുന്നത്. അവര് കാണുന്നത് ചിന്നു അർച്ചനയെ കാണുന്നതും അടുത്തുപോയി അമ്മ ഇത് എവിടെ പോയി വരിക എന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട് പുതിയ വാടകക്കാര് വന്നതല്ലേ, JK സാറിനെ കണ്ട് വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ പോയതാണെന്ന് അർച്ചന അങ്ങനെ പറയാണ്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അമ്മ JK അങ്കിളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചനയ്ക്ക് ആകെ നിരാശയാവുന്നുണ്ട്. അർച്ചന പറയുന്നുണ്ട് ഇല്ല കണ്ടില്ല, സാറിനെ കാണാൻ പറ്റിയില്ല എന്ന് അർച്ചന അങ്ങനെ പറയാണ്. ചിന്നപ്പ പറയുന്നുണ്ട് എങ്കിൽ ശരി അമ്മ വായോ, നമുക്കിപ്പോ പോയി പരിചയപ്പെടാം, തന്നെ പോയി അമ്മയെ JK അങ്കിളിനെ പരിചയപ്പെടുത്താം എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോവണ്ട,
സാർ എഴുത്തുപണിയിലാണെന്നാണ് പാപ്പച്ചൻ പറഞ്ഞത്. സമയത്ത് സന്ദർശകർ ചെന്ന് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാണാൻ നിർബന്ധം പിടിക്കാതെ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ആയാലും അദ്ദേഹത്തെ പരിചയപ്പെടാമല്ലോ. ഇപ്പൊ എന്തായാലും അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട, നിങ്ങൾ എന്തായാലും വായു എന്ന് പറഞ്ഞ് അർച്ചന രമ്യയും ചിന്നുവിനെയും വിളിച്ച് അങ്ങനെ പോവുകയാണ്. രാത്രിയിൽ അർച്ചന അങ്ങനെ കേസുകളുടെ ഫയലുകൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചിന്നു എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇതെന്തെടുക്കുകയാണ്, പഠിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അല്ല അമ്മേ, ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. അങ്കിളിനെ പറ്റിയാണ് ഞാൻ ഓർത്തതെന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തിനാണ് JK സാറിനെ ഓർത്തത്? അദ്ദേഹം നിന്നെ പറ്റിയപ്പോ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല എന്നങ്ങനെ പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു കാര്യമാണ് അമ്മേ. ആ അങ്കിള് അവിടെ താമസിക്കാൻ വരണമെന്ന് എന്നേക്കാൾ ആഗ്രഹം അമ്മയ്ക്കായിരുന്നില്ലേ? അങ്കിൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് അമ്മയെ ഇതുവരെ പരിചയപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് ഇടയ്ക്കിടയ്ക്ക് അങ്കിൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ത്തിൽ അങ്കിളിനെ സഹായിക്കാൻ. ഞാൻ അമ്മയോട് സമ്മതം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അഭിപ്രായം എന്താ എന്ന് ചിന്നു അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് JK സാർ അല്പം സ്വാതന്ത്ര്യം തരുമ്പോൾ നീ അത് ദുരുപയോഗം ചെയ്യരുത് മോളെ. നീയിപ്പോ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഇപ്പൊ തന്നെ നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, ഇതിൽ മാത്രം നീ ശ്രദ്ധിക്കുകയെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ശരി അമ്മേ, എന്തായാലും നാളെ തന്നെ അമ്മയെ ഞാൻ JK സാറിനെ പരിചയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, കാരണവുമില്ലാതെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ശരിയാണോ? അദ്ദേഹം ഏത് മൂഡിലാണെന്ന് അറിയില്ലല്ലോ എന്ന് അർച്ചന അങ്ങനെ പറയുന്നുണ്ട്. ചിന്നുപ്പ പറയാണ്, ഇതിനെല്ലാം ഒരു വഴിയുണ്ട് അമ്മേ. ഇരുന്ന ഞായറാഴ്ചയല്ലേ എന്റെ ബർത്ത്ഡേ ദിവസം JK അങ്കിളിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചാലോ എന്നങ്ങനെ ചിന്നു ചോദിക്കുമ്പോൾ അർച്ചന ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.